നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ വില തകർച്ചയ്ക്കെതിരെ പ്രതിഷേധമിരമ്പി. ഇടതു സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി BSNL യൂണിയൻ ചെറുവത്തൂരിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കർഷക സംഘം പ്രവർത്തകർ കൈകോർത്തു. മടിക്കൈ വയലിൽ നെൽകൃഷിയിൽ വിജയഗാഥ. വിദ്യാനഗർ ചാല ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധമർപ്പിച്ചാണ് കൂട്ടായ്മ ഒരുക്കിയത്. ആവേശത്തിമർപ്പിൽ കൊട്ടിക്കയറി ശിങ്കാരിമേള മത്സരം. കടപ്പുറത്ത് ഭഗവതി വാദ്യകലാ സംഘമാണ് മേളപ്പെരുമ ഒരുക്കിയത്. മരണപ്പാച്ചിലിനോട് വിട പറയാം. ഇരുചക്ര വാഹനങ്ങൾക്ക് വേഗപ്പൂട്ടുമായി കാവിലമ്മ കുഞ്ഞിരാമൻ. വാർത്തകൾ വിശദമായി. ഹർത്താലിന്റെ ഭാഗമായി ഇടതു കർഷക സംഘടനകൾ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. പ്രകടനത്തിൽ പ്രതിഷേധമിരമ്പി. റബ്ബറിന്റെ വിലത്തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതു കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടന്നു. കാഞ്ഞങ്ങാട് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പി നാരായണൻ, ഗോപി ബല്ലത്ത്, കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന പൊതുയോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി M പൊക്ലൻ, AK നാരായണൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, VV രമേശൻ, കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതു കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. തീരദേശ ഹർത്താലും പൂർണ്ണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഇടതു കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലും ഫിഷറീസ് കോർഡിനേഷൻ ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താലും ജില്ലയിൽ പൂർണ്ണം. മത്സ്യവ്യാപാര മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. മോട്ടോർ വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതി വാഹന പണിമുടക്കിനും ആഹ്വാനം ചെയ്തിരുന്നു. ജില്ലയിലെ ടൗണുകളിലെല്ലാം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നിരുന്നു. സർക്കാർ ഓഫീസുകളും അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഹർത്താലും പണിമുടക്കും പൊതുവെ സമാധാനപരമായിരുന്നു. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി BSNL യൂണിയന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പൊതുമേഖലാ സ്ഥാപനത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് അനർഹമായ സൗജന്യങ്ങളും അനുവദിക്കുകയും എന്നാൽ പൊതുമേഖലയ്ക്ക് നേരെ കടുത്ത അവഗണന തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് BSNLന്റെ എല്ലാ സംഘടനകളും യോജിച്ച പ്രക്ഷോഭത്തിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ കണ്ണൂർ, കാസർഗോഡ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നായി 400ഓളം പ്രതികൾ പങ്കെടുത്തു. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ബില്ല് വന്നാൽ ഈ സംയുക്ത കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ പൊളിറ്റിക്സ് ആണ്. അപ്പൊ വേറെ പറയാം. അവിടെ ഞാൻ പറഞ്ഞ രാജ്യത്തിന്റെ പ്രശ്നമാണിത്. ഇത് രാജ്യത്തിന്റെ ആര് ഭരിക്കുന്നുവെന്നതല്ല, നമ്മുടെ രാജ്യം അഭിവരിക്കുന്ന രാജ്യത്തിന്റെ ഭാവി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ വലിയ ഐക്യനില ആവശ്യമാണ്. അതിലൊരു രാഷ്ട്രീയം നോക്കേണ്ട കാര്യം. ഈ നയങ്ങൾക്കെതിരെ പോയാൽ ചിന്തിക്കാൻ തയ്യാറാവുള്ള മുഴുവൻ ജനങ്ങളെയും ഒഴിപ്പിച്ചുകൊണ്ടുള്ള വലിയ പോരാട്ടമാണ് ഇത് നാട് പ്രതീക്ഷിക്കുന്നത്. എല്ലാ മേഖലയിലും അങ്ങനെ ഒരു അപകടത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുക്കാൻ കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോ അതിനുവേണ്ടി യോജിച്ചു നിൽക്കണം. PK ഫൈസൽ, MC ഖമറുദ്ദീൻ, P വിജയകുമാർ, AV കുര്യാക്കോസ്, PV രാജൻ, ബേബി ആന്റണി, P രാജൻ, K നാരായണൻ, U പ്രേമൻ, രവീന്ദ്രൻ കൊടക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താലും പണിമുടക്കും കാസർഗോട്ടും പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. ഇടത് സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ആചരിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു. കാസർഗോഡ്, കുമ്പള, ഉപ്പള, മഞ്ചേശ്വരം, കാഞ്ഞങ്ങാട്, നീലേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹർത്താൽ പൂർണ്ണമായി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ആചരണനില കുറവായതിനാൽ പ്രവർത്തനത്തെ ബാധിച്ചു. ബാങ്കിംഗ് മേഖലകളും വേനൽ അവധിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും തുറന്നില്ല. KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങാത്തത് യാത്രക്കാരെ വലച്ചു. തീവണ്ടിയിലെത്തിയ ദീർഘദൂര യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ വാഹനങ്ങൾ കെട്ടാത്തതിനാൽ ഏറെ വലഞ്ഞു. രാവിലെ 6 മുതൽ ആരംഭിച്ച ഹർത്താൽ വൈകിട്ട് 6 വരെയായിരുന്നു. കാസർഗോഡ് നഗരത്തിൽ ഇടതുപക്ഷ കർഷക
സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് CH കുഞ്ഞുമ്പു ഉദ്ഘാടനം ചെയ്തു. റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി റബ്ബറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞു വരുന്നു. 250 രൂപ വരെ 1 കിലോഗ്രാം റബ്ബറിന് കിട്ടിയ സ്ഥാനത്ത് ഇന്ന് 100 രൂപയാണ് അതിന്റെ വില. 100 രൂപയ്ക്ക് താഴെയാണ്. ആ 100 രൂപയ്ക്ക് പോലും എടുക്കാൻ കച്ചവടക്കാരന് തയ്യാറാകാത്ത അവസ്ഥയുമുണ്ട്. അപ്പോൾ റബ്ബർ ഉൽപ്പാദക രംഗത്ത് കൃഷിക്കാരൻ അതിൽ പുറകോട്ട് അവസ്ഥ വന്നു. അത് കേരള സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചു. കേരളത്തെ നികുതി പിരിവിനെ അത് സാരമായി ബാധിച്ചു. മുഹമ്മദ് അനീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TK രാജൻ, T കൃഷ്ണൻ, K ഭാസ്കരൻ, P ദാമോദരൻ, TV കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത മോട്ടോർ തൊഴിലാളികളും നഗരത്തിൽ പ്രകടനം നടത്തി. PK രാജൻ, SM അബ്ദുറഹ്മാൻ, AK ശിവ, സുബീർ മാര, K കമലാക്ഷ, അസീനാർ താനിയത്ത്, കലീൽ പടിഞ്ഞാർ, P കുഞ്ഞുകൃഷ്ണൻ, ഉമ്മർ അപ്പോളോ, പുരുഷോത്തമ ഭട്ടപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇപ്പോൾ വാഹന അപകടം കൂടുതലാണ്. അപകടം കൂടുന്നതുകൊണ്ട് നഷ്ടപരിഹാരം കൂടുതൽ കൊടുക്കണം. അഖില ലോക അടിസ്ഥാനത്തിൽ ലോകത്തെല്ലാ സ്ഥലത്തും വാഹനത്തിന്റെ വിലയുടെ 6% ഇൻഷുറൻസ് പ്രീമിയം. ഇന്ത്യ രാജ്യത്ത് കേവലം 1%. അതുകൊണ്ട് 6% ആകുന്നതുവരെ ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന വാദഗതിയാണ് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി നടത്തുന്ന സ്വകാര്യ കമ്പനികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇൻഷുറൻസ് നിയമം മാറ്റം വരുത്തി 49% വരെ ഷെയറുകൾ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ തൊട്ടടുത്ത ദിവസമാണ് ഈ രൂപത്തിൽ ക്രമാതീതമായി ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കാൻ കമ്പനികൾ മുമ്പോട്ട് വന്നത്. ഇരുചക്ര വാഹനങ്ങൾക്കും വേഗപ്പൂട്ടൊരുങ്ങി. കാഞ്ഞങ്ങാട്ടെ കാവിലമ്മ വർക്ക്ഷോപ്പ് ഉടമ K കുഞ്ഞിരാമനാണ് വേഗപ്പൂട്ട് കണ്ടുപിടിച്ചത്. കുതിച്ചുപായുന്ന ഇരുചക്ര വാഹനങ്ങളെ തളയ്ക്കാൻ വേഗപ്പൂട്ടൊരുങ്ങി. ഇരുചക്ര വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്ന ഉപകരണം കണ്ടുപിടിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് കാഞ്ഞങ്ങാട്ടെ കാവിലമ്മ വർക്ക്ഷോപ്പ് ഉടമ കുഞ്ഞിരാമൻ. ഇരുചക്ര വാഹനത്തിന്റെ വേഗത 50 കിലോമീറ്ററായും 60 കിലോമീറ്ററായും നിയന്ത്രിക്കാവുന്ന സൗകര്യമാണ് വേഗപ്പൂട്ട് വഴി സജ്ജമാക്കുന്നത്. കേവലം 2 മണിക്കൂർ കൊണ്ട് ഘടിപ്പിക്കാവുന്ന ഉപകരണം 2000 രൂപ മാത്രമാണ് ഉൽപാദന ചെലവ്. ഇരുചക്ര വാഹനങ്ങളുടെ അമിത വേഗം മൂലം ജീവൻ പൊലിയുന്നത് നിത്യസംഭവമായതോടെയാണ് കുഞ്ഞിരാമൻ ഇതിനായി പരിശ്രമം തുടങ്ങിയത്. 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള കുഞ്ഞിരാമൻ വൈദഗ്ധ്യമുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് പോലും ചെയ്യാനാവാത്ത കണ്ടുപിടുത്തമാണ് നടത്തിയത്. കുട്ടികളുടെ ആയുസിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായ രക്ഷിതാക്കൾ സ്പീഡ് ബ്രേക്കറിനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകണമെന്ന് കുഞ്ഞിരാമൻ പറഞ്ഞു. ഈ ബ്രേക്കർ ഞാൻ കണ്ടുപിടിക്കാനുള്ള കാരണം ഈ ചെറുപ്പക്കാരെ കുട്ടികൾ 18നും 25നും പ്രായത്തിലുള്ള കുട്ടികൾ ഓവർ സ്പീഡ് പോയിട്ട് ആക്സിഡൻ്റ് ആവുകയും അവർക്ക് മരണം വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികൾ ഇനി അങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് നീങ്ങിയത്. നേരത്തെ ലാബേട്ര ഓട്ടോകൾക്ക് ഇലക്ട്രോണിക് കോയിൽ ഘടിപ്പിക്കുന്ന കണ്ടുപിടുത്തവും കുഞ്ഞിരാമൻ നടത്തിയിരുന്നു. പുതിയകോട്ട TB റോഡിൽ കാവിലമ്മ വർക്ക്ഷോപ്പ് നടത്തിവരുന്ന കുഞ്ഞിരാമൻ തന്റെ കണ്ടുപിടുത്തത്തിന് സർക്കാരിന്റെ അംഗീകാരം എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കർഷക സംഘം പ്രവർത്തകർ നെൽകൃഷിയിൽ 100 മേനി കൊയ്തു. കർഷക സംഘം മടിക്കൈ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കിയത്. മടിക്കൈ പഞ്ചായത്തിലെ കക്കാട്ട് വയലിലാണ് കർഷക സംഘം മടിക്കൈ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയത്. 1.5 ഏക്കർ പാടത്ത് തികച്ചും ജൈവരീതിയിലാണ് കൃഷി ഇറക്കിയത്. കർഷക സംഘം പ്രവർത്തകരുടെ കൂട്ടായ്മയിലാണ് കൃഷി പരിചരണം നടന്നത്. ആതിര നെൽവിത്താണ് വിതച്ചത്. ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. കൂട്ടായ പ്രയത്നത്തിലൂടെ വിജയം കൊയ്യാനായതിന്റെ ആഹ്ലാദത്തിലാണ് കർഷക സംഘം പ്രവർത്തകർ. വിളവെടുപ്പ് നാടിന് ഉത്സവമായി മാറി. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 100% ജൈവകൃഷി നടത്തുക എന്ന കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. കർഷക സംഘവും CPM ഇടപെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഓരോ പ്രദേശത്തും കഴിയാവുന്ന നിലയിൽ ഈ വിധത്തിൽ നെല്ല്, പച്ചക്കറികൾ, മറ്റ് കൃഷികൾ ഇവയെല്ലാം വ്യാപകമായി സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്, കർഷക സംഘവും തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് എല്ലാ സ്ഥലങ്ങളിലും ഇല്ലെങ്കിലും കുറേ സ്ഥലങ്ങളിലെങ്കിലും മാതൃകാപരമായി കാര്യം നടക്കുന്നത്. നാം രംഗത്തിറങ്ങിയാൽ എല്ലാ ഗ്രാമങ്ങളിലും 100 കണക്കിന് പ്രദേശങ്ങളിൽ ജൈവ പച്ചക്കറി, നെല്ല് ഉൾപ്പെടെയുള്ള കൃഷികൾ വിജയകരമായി നടത്താനാവും. നിങ്ങളിവിടെ വലിയ മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്.
എ നാരായണൻ അധ്യക്ഷനായി. കരുവാക്കോൽ ദാമോദരൻ, ബി ബാലൻ, പി നാരായണൻ, സുജാത, ശശീന്ദ്രൻ മടിക്കൈ, കെ വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡംഗം ബി സീമ സ്വാഗതം പറഞ്ഞു. ഫ്രണ്ട്സ് ആലാമിപ്പള്ളിയുടെ സിൽവർ ജൂബിലി ആഘോഷം 2015 ഏപ്രിൽ മുതൽ 2016 ഏപ്രിൽ വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫ്രണ്ട്സ് ആലാമിപ്പള്ളിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 10 വൈകിട്ട് 4 മണിക്ക് വിളംബര ഘോഷയാത്ര നടക്കും. കോടച്ചേരിയിൽ നിന്നും ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് കൂട്ടയോട്ടവും നടക്കും. 11 കലാസായാഹ്നം. വൈകിട്ട് 6:30 കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചലച്ചിത്ര ഗാനാലാപന മത്സരവും നടക്കും. ഏപ്രിൽ 12 സാംസ്കാരിക സമ്മേളനം. രാത്രി 8 മണിക്ക് തൃശൂർ സകലയുടെ സൂപ്പർ മെഗാ ഷോയും അരങ്ങേറും. എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മുഴുവൻ ആളുകളും പ്രവർത്തിക്കുന്ന 25 കൊല്ലമായി വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. അത് വെറും ഈ കലാസാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകാപരമായി നടത്തിയ ഒരു ക്ലബ്ബാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ബൽരാജ് നായിക്ക്, ചന്ദ്രൻ ആറങ്ങാടി, എച്ച് വി അശോക് കുമാർ, സുരേഷ് മോഹൻ, കെ ജി വേണുഗോപാൽ, എം കെ ബാലകൃഷ്ണൻ, കെ ശശി, അംബുജാക്ഷൻ എന്നിവർ സംബന്ധിച്ചു. വിദ്യാനഗർ ചാല ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. അധികൃതരുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നിർമ്മാണം പൂർത്തിയായി 1 വർഷത്തിലേറെയായ വനിതാ ഹോസ്റ്റൽ തുറന്നുകൊടുക്കുക, തടഞ്ഞുവെച്ച KPCR സ്കോളർഷിപ്പ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരരംഗത്തിറങ്ങിയത്. ഏപ്രിൽ 16 മുതൽ ഹോസ്റ്റൽ പിടിച്ചെടുക്കുമെന്നും 20 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. സമരം കോളേജ് യൂണിയൻ ചെയർമാൻ അഹമ്മദ് കബീറിന്റെ അധ്യക്ഷതയിൽ റാഷിദ് പുളിങ്ങും ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി BK മുഹമ്മദ്, മഹേഷ്, ഫാറൂഖ്, ഉസൈനാർ, മൗഷൂദ് തുടങ്ങിയവർ സംസാരിച്ചു. ആവേശത്തിലേക്ക് കൊട്ടിക്കയറിയ ശിങ്കാരിമേള മത്സരം കാണികൾക്ക് വിസ്മയമായി. നീലേശ്വരം തൈക്കടപ്പുറത്ത് ശ്രീ കടപ്പുറത്ത് ഭഗവതി വാദ്യകലാ സംഘമാണ് മേളപ്പെരുമ 2015 സംഘടിപ്പിച്ചത്. കടപ്പുറത്ത് ഭഗവതി വാദ്യകലാ സംഘത്തിന്റെ 6ാം വാർഷികാഘോഷ ഭാഗമായാണ് ശിങ്കാരിമേള മത്സരം നടത്തിയത്. ആതിഥേയർ ഉൾപ്പെടെ 3 ടീമുകൾ പങ്കെടുത്തു. കാസർഗോഡ് നെല്ലിക്കുന്ന് സുബ്രഹ്മണ്യം വാദ്യകലാ സംഘം 1ാം സ്ഥാനം നേടി. ചാമുണ്ടേശ്വരി വാദ്യകലാ സംഘത്തിനാണ് 2ാം സ്ഥാനം. ചെണ്ടയിൽ മേളപ്പെരുക്കങ്ങൾ തീർത്ത മത്സരം കാണാൻ നിരവധി പേരെത്തി. വിജയികൾക്ക് യഥാക്രമം 10,001, 5,001 രൂപ ക്യാഷ് അവാർഡ് നൽകി. വിജയികൾക്ക് മനോജ് പുലാത്ര സമ്മാനങ്ങൾ കൈമാറി. ഉണ്ണികൃഷ്ണ മാരാർ, പൊന്നൻ പാലക്കാട് എന്നിവരെ ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഞ്ചവാദ്യത്തിൽ എ ഗ്രേഡ് നേടിയ നീലേശ്വരം രാജാ സ്കൂളിലെ ദിജിൻ അശോകനെയും സംഘത്തെയും അനുമോദിച്ചു. ആവർത്തിക്കുന്ന ഗാന്ധി നിന്ദയ്ക്കെതിരെ ധാർമ്മികതയുടെ പ്രതിരോധമുയർത്തി ഗാന്ധി വിചാര കൂട്ടായ്മ. KPCC വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റിയാണ് നീലേശ്വരത്ത് കൂട്ടായ്മ ഒരുക്കിയത്. നീലേശ്വരം ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ ദണ്ഡി സത്യാഗ്രഹ ദിനത്തിലാണ് കൂട്ടായ്മയൊരുക്കിയത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ടാഗോറിനെ
റോയിനേക്കാളും വലിയ സാഹിത്യകാരിയൊന്നുമല്ലല്ലോ അരുന്ധതി റോയ്. ആ അരുന്ധതി റോയ് പോലും പറഞ്ഞു നടക്കുന്നത് ഗാന്ധി സാമ്രാജ്യത്വ ഏജന്റാണ്. ഗാന്ധിയെ മനസ്സിലാക്കാനാവില്ല. ഗാന്ധിയെ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെ, ഇന്ത്യൻ ദർശനത്തെ, ആ ഇന്ത്യൻ ദർശനത്തെ സമ്പൂർണമായി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള ഭാരതീയ ദർശനത്തെ സമ്പൂർണമായി ഉൾക്കൊള്ളാൻ പഠിക്കണം. സംഘപരിവാറിന് മഹാഭാരത യുദ്ധം വരെയുള്ള കഥ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൂ. കുഞ്ഞുങ്ങളോട് പറയുന്നത് എന്ത് പറഞ്ഞാലും നമ്മൾ കീഴടങ്ങാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. യുദ്ധം ചെയ്തിട്ടും രാജ്യം നേടിയ പാരമ്പര്യം കൃഷ്ണൻ ഉപദേശിച്ചത് അതാണ് അർജുനനോട്. നീ ഭീരുവാകല്ല, യുദ്ധം ചെയ്യൂ. അതുകൊണ്ട് ശാഖയിൽ വരുന്ന ആളുകളോട് ഉപദേശിക്കുന്നത് നിങ്ങൾ ഭീരുക്കളാകാതെ കരുത്തുറ്റ പടപൊരുതുന്ന പോരാളികളായി മാറുക എന്നാണ്. ഭാരതീയ ദർശനങ്ങൾ തിരിച്ചറിയാത്തവർ ഗാന്ധിയൻ ദർശനങ്ങളും തിരിച്ചറിയാതെ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനി കെ.ആർ. കണ്ണൻ ഭദ്രദീപം കൊളുത്തി കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു. വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വി. ഗംഗാധരൻ അധ്യക്ഷനായി. നീലേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം. രാധാകൃഷ്ണൻ നായർ, മണ്ഡലം പ്രസിഡന്റ് പി. രാമചന്ദ്രൻ, കെ. വി. രാഘവൻ, നന്ദകുമാർ കോറോത്ത, വി. കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മൺചെരാതുകൾ തെളിയിച്ചാണ് കൂട്ടായ്മ പിരിഞ്ഞത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ വില തകർച്ചയ്ക്കെതിരെ പ്രതിഷേധമിരമ്പി. ഇടതു സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി BSNL യൂണിയൻ ചെറുവത്തൂരിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കർഷക സംഘം പ്രവർത്തകർ കൈകോർത്തു. മടിക്കൈ വാലിൽ നെൽകൃഷിയിൽ വിജയഗാഥ. വിദ്യാനഗർ ചാല ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധമർപ്പിച്ചാണ് കൂട്ടായ്മ ഒരുക്കിയത്. ആവേശത്തിമർപ്പിൽ കൊട്ടിക്കയറി ശിങ്കാരിമേള മത്സരം. കടപ്പുറത്ത് ഭഗവതി വാദ്യകലാ സംഘമാണ് മേളപ്പെരുമ ഒരുക്കിയത്. മരണപ്പാച്ചിലിനോട് വിട പറയാം. ഇരുചക്ര വാഹനങ്ങൾക്ക് വേഗപ്പൂട്ടുമായി കാവിലമ്മ കുഞ്ഞിരാമൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.